പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. 3 പ്ലാസ്റ്റിക് ജാറുകളിൽ നിന്ന് 70 സോക്കറ്റ് ബോംബുകൾ കണ്ടെടുത്തു. ഈ പ്രദേശം ഇപ്പോൾ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. ബൽറാം വീണ്ടും ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ ലേറ്റസ്റ്റായി ലഭിച്ചത്? SKN പശ്ചിമ ബംഗാളിലെ SIR-മായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് കേന്ദ്ര സംസ്ഥാന പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ പ്രതിഷേധം നടന്ന ഒരു ഇടമാണ് മുർഷിദാബാദ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്തും വൻതോതിൽ സംഘർഷവും 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു മുർഷിദാബാദ് മേഖലയിൽ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രത്യേക പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. ഈ പരിശോധനകൾക്കിടയിൽ 3 ജാറുകളിലായി സൂക്ഷിച്ച നിലയിൽ 70ഓളം ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. റാണി നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ബോംബുകൾ കണ്ടെത്തിയത്. ഇത് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിൽ തന്നെയാണ് പശ്ചിമ ബംഗാൾ പോലീസ്. ഇവർ മറ്റ് ഏജൻസികളെ, ബോംബ് ഡിസ്പോസൽ സ്ക്വാഡിനെയും ഒപ്പം തന്നെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി ഇത് നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പ്രദേശത്ത് ഇപ്പോൾ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. പരിശോധനകൾ വ്യാപകമാക്കിയിട്ടുണ്ട്. ഈ SIR-ൽ BLO-മാർക്ക് പ്രത്യേക സുരക്ഷ ഉറപ്പാക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ മേഖലയിലെല്ലാം തന്നെ പരിശോധനകൾ കർക്കശമാക്കിയിരിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.